ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രി അഥവാ രസതന്ത്രത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ ഒട്ടുമുക്ക ആൾക്കാർക്കും തന്നെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ് കെമിസ്ട്രി അല്ലെങ്കിൽ രസതന്ത്രം. അപ്പോൾ ഒരു സബ്ജക്റ്റ് നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അതിൽ നമുക്ക് ബേസിക്സ് ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലേ? അതിൽ നമുക്കൊരു ബേസ് ഇല്ല, അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ അറിയില്ല, അതിൻ്റെ ക്വസ്റ്റ്യൻസ് എപ്പോൾ വന്നാലും നമുക്ക് കൺഫ്യൂഷൻ ആകുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഏതൊരു ടോപ്പിക്കും നമ്മൾ മര്യാദയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ, അത് വേണ്ട രീതിയിൽ അതിനെ സമീപിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് തന്നെ രസതന്ത്രത്തിൻ്റെ പഠനം നമുക്ക് രസകരമാക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ വേണ്ട കാര്യങ്ങൾ മാത്രം പഠിക്കുക, എന്തൊക്കെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്നറിഞ്ഞ് മാത്രം നമ്മൾ പഠിക്കാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഈ ഒരു ലെസണിൽ നമ്മൾ പഠിക്കുന്നത് രസതന്ത്രത്തിൻ്റെ ബേസിക്സ് ആണ്. ഓക്കെ, അപ്പോൾ അത് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. രസതന്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? രസതന്ത്രത്തിൻ്റെ പിതാവ്, ഫാദർ ഓഫ് കെമിസ്ട്രി, അതാരാണ്? റോബർട്ട് ബോയിലാണ് രസതന്ത്രത്തിൻ്റെ പിതാവ്. ഇനി മോഡേൺ കെമിസ്ട്രി അല്ലെങ്കിൽ ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് എന്ന് ചോദിച്ചാൽ ലവോസിയർ എന്നും പറയും. ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ്. ഇനി രസതന്ത്രത്തിലെ അളവ് തൂക്ക സമ്പ്രദായം അത് നടപ്പിലാക്കിയത് ആരാണ്? ലവോസിയയാണ് രസതന്ത്രത്തിലെ അളവ് തൂക്ക സമ്പ്രദായം നടപ്പിലാക്കിയത്. ഇനി പ്രാചീന രസതന്ത്രം, ഏൻഷ്യൻ്റ് കെമിസ്ട്രി അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? ആൽക്കമി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അങ്ങനെ പേര് നൽകിയത് അറബികളാണ്. ആൽക്കമി എന്ന പ്രാചീന രസതന്ത്രത്തിന് പേര് നൽകിയത് അറബികളാണ്. ഇനി ഫാദർ ഓഫ്, അപ്പോൾ ആ സമയത്തുള്ള കെമിസ്റ്റുകളെ പറഞ്ഞിരുന്നത് ആൽക്കമിസ്റ്റുകൾ എന്നായിരുന്നു. ഇനി ഫാദർ ഓഫ് സോഡാ പോപ്പ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ് ഫാദർ ഓഫ് സോഡാ പോപ്പ് എന്നറിയപ്പെടുന്നത്? ജോസഫ് പ്രീസ്ലി. പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ആദ്യത്തെ ഭാരതീയ ഋഷിവര്യൻ ആരാണ്? പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ആദ്യത്തെ ഭാരതീയ ഋഷിവര്യൻ ആരാണ്? കണാദൻ. ഇനി അന്തർദേശീയ രസതന്ത്ര വർഷമായി ആചരിച്ചത് എന്നാണ്? 2011 ഇൻ്റർനാഷണൽ കെമിസ്ട്രി ഇയറായിട്ട് ആചരിച്ചത്, അന്തർദേശീയ രസതന്ത്ര വർഷമായിട്ട് ആചരിച്ചത്. അടുത്തത് ആറ്റത്തെക്കുറിച്ച് പഠിക്കാം. ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണിക, അതാണെന്ത്? ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം കണ്ടുപിടിച്ചത്. ഇനി ആറ്റം എന്ന പേര് അത് ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് ഓസ്റ്റ്വാൾഡ്. ആറ്റം മാതൃക ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആരാണ്? ആറ്റം മാതൃക ആദ്യമായിട്ട് അവതരിപ്പിച്ചത് നീൽസ് ബോറിൻ്റെ ആറ്റം മാതൃകയാണ്. ബോറിൻ്റെ ആറ്റം മാതൃക അടിസ്ഥാനമാക്കിയിരിക്കുന്നത് എന്തിനെയാണ്? അത് ക്വാണ്ടം തിയറി. ആദ്യത്തെ അറ്റോമിക സിദ്ധാന്തം അവതരിപ്പിച്ചത് ആര്? അറ്റോമിക സിദ്ധാന്തം ജോൺ ഡാൾട്ടൺ. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആറ്റത്തിന് അവതരിപ്പിച്ചത് ആരാണ്? റുദർഫോർഡ് ആണ്. ആറ്റത്തിലെ 3 പ്രധാനപ്പെട്ട കണങ്ങളാണ് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നിവ. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം ഏതാണ്? കേന്ദ്രഭാഗത്തിന് പറയുന്ന പേരാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിലെ കണങ്ങൾ അവയ്ക്കാണ് ന്യൂക്ലിയോണുകൾ എന്ന് പേര് പറയുന്നത്. ന്യൂക്ലിയോണുകൾ ഏതാണ്? പ്രോട്ടോണും ന്യൂട്രോണും. ഇനി ആറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ കണം, ഈ 3 ഉള്ളതിൽ ഏറ്റവും ഭാരം കൂടിയത് ന്യൂട്രോണിനാണ്. അതുപോലെ ഏറ്റവും ഭാരം കുറഞ്ഞത് ഏതിനാണ്? ഇലക്ട്രോണിനാണ്. അപ്പോൾ ന്യൂട്രോണിനും പ്രോട്ടോണിനും ഏകദേശം അടുത്താണെങ്കിലും വളരെ ചെറിയ വേരിയേഷൻ മാത്രമേ ഉള്ളൂ. ഒരെണ്ണത്തിന് 1.672 ആണെങ്കിൽ ഒരെണ്ണത്തിന് 1.675 ആണ്. അങ്ങനെ ഒരു ചെറിയൊരു വാല്യൂ വ്യത്യാസം മാത്രമാണ് വരുന്നുള്ളൂ. ഓക്കെ, ഇനി ഇലക്ട്രോൺ ആണ് ഏറ്റവും ഭാരം കുറഞ്ഞത്. അതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 9.1 × 10⁻31 അത്രയും കിലോഗ്രാം ആണ്. പ്രോട്ടോണിൻ്റെ ആണെങ്കിൽ 1.675 673 × 10⁻27 ആണ്. ഓക്കെ, ഇനി ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും. അതുകൊണ്ടാണ് ആറ്റം ആസ് എ ഹോൾ എന്തായിട്ടിരിക്കുന്നത്? ന്യൂട്രലായിട്ടിരിക്കുന്നത്. പ്രോട്ടോണുകൾക്ക് പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആയിരിക്കുമ്പോൾ ഒരു ആറ്റത്തിന് മൊത്തമായിട്ട് ചാർജ് ഒന്നുമില്ല, അത് ന്യൂട്രലായിരിക്കും. ഓക്കെ,
സൂര്യന് അതിൻ്റെ ഗ്രഹങ്ങൾ പോലെ ന്യൂക്ലിയസിന് എന്താണ്? ഇലക്ട്രോൺ. ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നത് എന്താണ്? ഇലക്ട്രോൺ. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത, അതാണ് ഓർബിറ്റുകൾ എന്ന് പറയുന്നത്. ഓർബിറ്റുകൾ അല്ലെങ്കിൽ ഷെല്ലുകൾ, അതാണ് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന പാത. ഇനി ഒരു ആറ്റം അതിൻ്റെ ന്യൂക്ലിയസിനേക്കാൾ എത്ര ഇരട്ടി വലുതായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര ഇരട്ടിയാണ്? 10⁵ ആണ് കേട്ടോ. 10⁵ അത്രയും ഇരട്ടി വലുതായിരിക്കും. അടുത്ത, ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഷെല്ലുകൾക്ക് ഓരോ പേരുകളുണ്ട്. K, L, M, N. ഇനി ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത്, ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇതെങ്ങനെയാണ് എഴുതേണ്ടത്? 2n² എന്നാണ് കേട്ടോ. 2n² എന്നാണ്. n എന്ന് വെച്ചാൽ എന്താണ്? നമ്പർ ഓഫ് ഷെല്ലാണ്. അപ്പോൾ ഫസ്റ്റ് ഷെല്ലാന്ന് വിചാരിക്കുക. ആദ്യത്തെ ഷെല്ലിൽ ഈ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? അപ്പോൾ 1. അപ്പോൾ 2 × 1². അപ്പോൾ എത്ര കിട്ടും? 2 × 1 2. അപ്പോൾ ആദ്യത്തെ ഷെല്ലിൽ എത്രയാണ് പരമാവധി ഇലക്ട്രോണുകൾ പറ്റുകയുള്ളൂ? എത്രയാണ്? 2 എണ്ണം. രണ്ടാമത്തെ ഷെല്ലാണെങ്കിൽ എന്നിൻ്റെ വാല്യൂ 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 × 2², അതായത് 2 × 4. അപ്പോൾ എത്രയാണ്? 8. അങ്ങനെ 2, 8. പിന്നെ മൂന്നാമത്തെ ഷെല്ലാണെങ്കിൽ 18. അതുപോലെ നാലാമത്തെ ഷെല്ലാകുമ്പോൾ 32. അങ്ങനെയാണ് ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത്. ഇനി ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം, ആറ്റോമിക് നമ്പർ, ആറ്റോമിക്സ് എന്നൊന്നും പറയണ്ട കേട്ടോ, ആറ്റോമിക് നമ്പർ. ഓക്കെ, അത് ഡിനോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ഏത് ലെറ്റർ ഉപയോഗിച്ചാണ്? Z യൂസ് ചെയ്തിട്ടാണ് പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ആറ്റോമിക് നമ്പർ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ തുക, പ്രോട്ടോണുകളുടെ നമ്പർ പ്ലസ് ന്യൂട്രോണുകളുടെ നമ്പർ, അതാണ് എന്ത്? മാസ് നമ്പർ എന്ന് പറയുന്നത്. അത് ഡിനോട്ട് ചെയ്യുന്നത് A വെച്ചിട്ടാണ്. ഇനി ഓരോ ഷെല്ലിലും കാണപ്പെടുന്ന ഊർജ മേഖലകളെയാണ് സബ് ഷെല്ലുകൾ എന്ന് പറയുന്നത്. ഓരോ ഷെല്ലിലും, അതായത് ഷെല്ലെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, അതായത് ഓരോ ഇലക്ട്രോൺ ഇങ്ങനെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഓരോ ഓർബിറ്റ് പോലെയുള്ള ഇതിനാണ് പാത്തിനാണ് എന്ത് പറയുന്നത്? സബ് ഷെല്ലെന്ന് പറയുന്നത്. ഇനി ഓരോ ഷെല്ലിൻ്റെ ഉള്ളിലും ഉള്ള ഊർജ മേഖലകളാണ് സബ് ഷെല്ലുകൾ. ഇതിന് SPDF എന്ന് പേര് നൽകിയിരിക്കുന്നു. ഷാർപ്പ്, പ്രിൻസിപ്പൽ, ഡിഫ്യൂസ്, ഫണ്ടമെൻ്റൽ, അങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. 5ാമത്തെ ഒരു സബ് ഷെല്ലുണ്ട്, അത് G ആണ്. ഇനി അടുത്ത ചോദ്യം, 1 ഗ്രാം ഹൈഡ്രജനിൽ 6.023 × 10⁻23 എന്നാണ് കേട്ടോ ഇവിടെ വന്നിരിക്കുന്നത്. ഇതിൽ ടൈപ്പ് ചെയ്യുമ്പോൾ അതങ്ങനെ വരാത്തത് കൊണ്ടാണ്. 10⁻23 ആണ്. 6.023 × 10⁻23 അത്രയും ആറ്റങ്ങൾ ഉണ്ടായിരിക്കും എന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? 1 ഗ്രാം ഹൈഡ്രജനിൽ, അതായത് 1 ഗ്രാം അല്ലെങ്കിൽ 1 ഗ്രാം ഹൈഡ്രജൻ എന്ന് വെച്ചാൽ 1 മോളാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ആരാണ്? അവഗാഡ്രോ എന്ന് മതി. അവഗാഡ്രോ സംഖ്യ എത്രയാണ്? അവഗാഡ്രോ സംഖ്യ എന്ന് പറഞ്ഞാൽ ഇതാണ്, അതായത് 6.023 × 10⁻23 10⁻23 അത്രയും പെർ മോൾ. ഒരു മോളിൽ ഇത്ര മോളിക്യൂൾസ്, അതാണ് വരുന്നത്, അല്ലെ ഇത്ര ആറ്റംസ്. ഓക്കെ, അത്രയും കണികകൾ അടങ്ങിയ പദാർത്ഥത്തിൻ്റെ അളവാണ് എന്ത്? 1 മോൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര മോൾ ദിനം എന്നാണ്. അന്താരാഷ്ട്ര മോൾ ദിനം അത് ഒക്ടോബർ 23 ആണ്. 1 മോൾ ആറ്റങ്ങളുടെ മാസ് 1 ഗ്രാം ആറ്റത്തിന് തുല്യമാണ്. ഇനി ഒരു വസ്തുവിൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ നിശ്ചിത ഭാഗത്തിൻ്റെയോ പിണ്ഡവുമായി, പിണ്ഡം എന്ന് വെച്ചാൽ മാസ്, അതുമായി താരതമ്യം ചെയ്ത മറ്റു പദാർത്ഥങ്ങളുടെ പിണ്ഡം പ്രസ്താവിക്കുന്ന രീതി, അങ്ങനെ ഒന്നിനെ ആശ്രയിച്ച് മറ്റതിൻ്റെ പറയുന്നത്, അതാണ് റിലേറ്റീവ് മാസ് അല്ലെങ്കിൽ ആപേക്ഷിക മാസ്, ആപേക്ഷിക പിണ്ഡം എന്ന് പറയുന്നത്. ഇനി ഒരാറ്റത്തിൻ്റെ ഭാരം അളക്കുന്ന യൂണിറ്റ് എന്താണ്? ആറ്റത്തിൻ്റെ ഭാരം അളക്കുന്ന യൂണിറ്റാണ് ആറ്റോമിക മാസ് യൂണിറ്റ്. ആറ്റോമിക് മാസ് യൂണിറ്റ് AMU എന്ന് പറയും. ഇനി AMU കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? കാർബൺ 12 ആണ് AMU കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം. ഈ കാർബൺ 12 ആറ്റത്തിൻ്റെ 1/12 ഭാഗമാണ് ആറ്റങ്ങളുടെ ആപേക്ഷിക മാസ് പ്രസ്താവിക്കാനായിട്ട് യൂണിറ്റായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. ഇനി ഒരു കാര്യം ഓർക്കണം, അറ്റോമിക് മാസ് യൂണിറ്റ് AMU ഇപ്പോൾ അറിയപ്പെടുന്നത് യൂണിഫൈഡ് മാസ് അഥവാ U എന്നാണ്. യൂണിഫൈഡ് മാസ് എന്നാണ് അറിയുന്നത്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ കണം,
ചാർജ് ഭാരം. ഓക്കെ. പ്രോട്ടോൺ പോസിറ്റീവ് ചാർജാണ്. ഭാരം എത്രയാണ്? 1.672 × 10⁻⁻27 കിലോഗ്രാം. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ്. 9.1 × 10⁻31 കിലോഗ്രാം. ന്യൂട്രോണിന് ചാർജ് ഇല്ല. 1.676 × 10⁻27. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഈ പവേഴ്സായിട്ടൊന്ന് ഓർക്കണം കേട്ടോ. കാരണം അത് ടൈപ്പ് ചെയ്തിട്ട് അങ്ങനെ ശരിയാവാത്തതുകൊണ്ടാണ്. ഇത് 10⁻27, ഇതും 10⁻31, ഇത് 10⁻27 തന്നെയാണ് കേട്ടോ. പോസിറ്റീവ് അല്ല വരുന്നത്. ഓക്കെ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ലെസൺ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻസും സജഷൻസും എല്ലാം പ്രതീക്ഷിക്കുന്നു. മൈ നോട്ട്ബുക്കിൻ്റെ എല്ലാ പ്ലേലിസ്റ്റുകളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രിപ്പിൾ MEDC എന്ന ഒരു ചാനൽ കൂടി എനിക്കുണ്ട്. എഞ്ചിനീയറിംഗ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ആ ഒരു ചാനൽ കൂടി വിസിറ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെയും എല്ലാ പ്ലേലിസ്റ്റുകളും ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്.